ഹലോ, ഞാൻ ലിബിൻ. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന കാരണം, അതായത് ഫ്ലവേഴ്സിലെ ശ്രീകണ്ഠൻ നായർ നടത്തിയൊരു ഷോ, അതായത് നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞൊരു പരിപാടി, ഒരു ഡിബേറ്റ് സംഭവം തോന്നുന്നു. അതായത് അതിൽ സായി ഉണ്ട്, സന്തോഷ് പണ്ഡിറ്റ്, അങ്ങനെ കുറെ പേര്, പിന്നെ സന്തോഷ് വർക്കി, അതായത് ആറട്ടണ്ണൻ, അങ്ങനെ കുറെ പേരായിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ ആ പരിപാടിയിൽ എട്ടയ്ക്കും സന്തോഷ് വർക്കി ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു ഇമേജ് ആയിട്ട് കാണിച്ചു തരാം. അതായത് ഇതാണ് സംഭവം. ആറട്ടെണ്ണം പറയുന്നുണ്ട്, ഇവിടെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് 3 കാര്യങ്ങൾക്കാണ്. 1 കോമളിതരം, 2 അപരാധം, 3 അഡൽറ്റ്. അപ്പൊ ഇത് പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസിൽ പുള്ളി പറഞ്ഞതാണ്. അപ്പൊ തന്നെ അതിനൊരു കൗണ്ടർ പോലെ വേറൊരാള് പറയുന്നത്, ഇത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ? അതെ, സന്തോഷമാണ്. കാരണം ആറട്ടെണ്ണാണ്. അത് കാരണം ആറട്ടെണ്ണ ആ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇവിടെ പറയാൻ കാരണം. പക്ഷെ അത് പുള്ളി പറയണ ഇത് ഈ പുള്ളി അത് പറഞ്ഞപ്പോ തന്നെ ആറട്ടെണ്ണൻ ഒന്ന് ചമ്മിച്ചിരിച്ചു. പുള്ളിക്കാരൻ അത് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ നാണം പോലെ വരും. അത് ഈ ഫോട്ടോ അത് വീഡിയോ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവും. ആ സമയം ആറട്ടെണ്ണൻ പറയണായിരുന്നു, എനിക്കിത് 3 ചെയ്ത കാരണമാണ് എനിക്ക് റീച്ച് കിട്ടിയെന്ന് പറഞ്ഞ് ഈ പുള്ളിയുടെ വായോടെ അടുപ്പിക്കായിരുന്നു. ഇതിപ്പോ അല്ലാണ്ട് വെറുതെ സ്വയം ഒരു എന്താ ഒരു അപഹാസ്യം ആയി അവിടെ തീർന്നു പുള്ളി. അതാണ് പലയിടത്തും ഈ ആറാട്ടം എന്ന് പറഞ്ഞ ആൾക്ക് പലയിടത്തും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓൺ ദ സ്പോട്ടിലായിരുന്നു റിയാക്ഷൻ കൊടുത്തായിരുന്നില്ല. റിയാക്ഷൻ കൊടുത്തായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം അവിടെ ഉണ്ടാവില്ലായിരുന്നു. കാരണം ഒറ്റ കാര്യം പറഞ്ഞാൽ, ഇത് 3 ഞാൻ ചെയ്ത കാരണമാണ് എനിക്ക് ഇത്ര റീച്ച് കിട്ടിയെന്ന് ആറാട്ടെണ്ണം പറഞ്ഞിട്ടില്ല. അവിടെ തീർന്നാന കാര്യം. ഇത് അല്ലാണ്ട് വെറുതെ മറ്റുള്ളവരുടെ മുമ്പില് വെറുതെ ഒരു ചിരിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു പുള്ളി. അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പല കാര്യങ്ങൾക്കും പുള്ളി ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ആയിക്കോട്ടെ, കാരണം ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു, അതായിരുന്നു ഒരു വീഡിയോ ചെയ്തു. അത്രയും ശരി.